ഇത് സിയോൻ കുന്ന്. ദാവീദ് രാജാവിൻ്റെ കാലത്ത് ഇവിടെയായിരുന്നു ജെറുസലേമിൻ്റെ തലസ്ഥാനം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സവിശേഷ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ സെഹിയോൻ മാളിക. കർത്താവിൻ്റെ അന്ത്യ തിരുവത്താഴം നടന്നതും ഈ ഊട്ടുശാലയിലാണ്. ഇവിടെ വച്ചാണ് ദൈവപുത്രൻ ശിഷ്യന്മാരുടെ പാദം കഴുകിയതും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും. ക്രിസ്തുവിൻ്റെ മരണശേഷം മാതാവും ശിഷ്യന്മാരും ഇവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഉയിർപ്പിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ അങ്ങനെ കൂടിയിരിക്കുന്നതിനിടയ്ക്കാണ്. പെന്തക്കുസ്ത ദിവസം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ പ്രവേശിച്ചതും ഇവിടെ വച്ചായിരുന്നു. സെഹിയോൻ മാളികയ്ക്ക് മുന്നിലുള്ള ദാവീദ് രാജാവിൻ്റെ വെങ്കല പ്രതിമയാണ് ഇത്. ഈ കാണുന്നതാണ് ദാവീദ് രാജാവിൻ്റെ ശവകുടീരം. സെഹിയോൻ മാളികയോട് ചേർന്നാണിത്.